നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് എം പിമാരും ഒക്കെ ഉൾപ്പെടെ ഒരു സമരം നടത്തുമ്പോൾ അതിന് വലിയ ശ്രദ്ധ കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പി ജയരാജൻ അതിന് പറഞ്ഞത് അന്താരാഷ്ട്ര ശ്രദ്ധ കിട്ടുമെന്നാണ്, ഇന്റർനാഷണൽ ന്യൂസായി മാറും അത് എന്നാണ് പി ജയരാജൻ പറഞ്ഞത്. എന്തായാലും BJP പ്രധാനമന്ത്രിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു, കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ദേശീയ നേതാവ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തുടക്കമിടുമ്പോൾ CPM ഇവിടെ നിന്നുള്ള നേതാക്കളെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി അവിടെ സമരം നടത്തി. അതൊരു പുതിയ തന്ത്രമാണ്. കേരളത്തിന് വേണ്ടി വാദിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും എല്ലാം ഡൽഹിയിലേക്ക് പോവുകയാണ്. അതെ, എനിക്ക് തോന്നുന്നു അതിലൊരു ഇതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഡൽഹി ആര് പിടിക്കും എന്നുള്ളതാണല്ലോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ അവിടെ പോയി ഒരു സമരം നടത്തുകയാണ്. അതുകൊണ്ട് ആ രീതിയിൽ അത് ശ്രദ്ധ ലഭിക്കും എന്ന് പറഞ്ഞതിനകത്ത് കഴമ്പുണ്ട് താനും.